പ്രസംഗ പരിശീലനത്തിന് വന്ന ഒരു ഓൺലൈൻ വിദ്യാർത്ഥി ഇങ്ങനെ ചോദിച്ചു, സർ, എനിക്ക് പ്രസംഗിക്കാൻ നല്ല പേടിയുണ്ട്. അതിൽ ധൈര്യം കിട്ടാൻ, ആത്മവിശ്വാസം കിട്ടാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ? ഞാനത് കഴിച്ചോളാം. പ്രിയമുള്ളവരെ, ആത്മവിശ്വാസത്തിന് എന്തെങ്കിലും മരുന്നുണ്ടോ? നമുക്ക് കടയിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണോ ആത്മവിശ്വാസം? ആത്മവിശ്വാസത്തിനൊരു രഹസ്യമുണ്ട്. ഏതൊരു മേഖലയിലും ഒരാൾ ആത്മവിശ്വാസമുള്ളവനായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏത് കാര്യത്തിലാണോ നമ്മൾ ആത്മവിശ്വാസം നേടാൻ ആഗ്രഹിക്കുന്നത്, അത് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത്. ഭയപ്പെടുന്നത് ചെയ്യാനുള്ള മനസ്സിനെ ആദ്യം സജ്ജമാക്കുക. ഒരു കാര്യത്തിൽ ആത്മവിശ്വാസം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രതിബന്ധമായി വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കാര്യം ചെയ്യാനുള്ള നമ്മുടെ വലിയ ഒരു ധൈര്യമില്ലായ്മയാണ്. രണ്ടാമത് നമ്മുടെ പ്രശ്നമായി വരുന്നത് ആ വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ്. അപ്പോൾ അറിവുണ്ടെങ്കിൽ, ആ അറിവിനെ പ്രയോഗിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ആത്മവിശ്വാസം നേടാൻ കഴിയും. അപ്പോൾ നേടേണ്ട കാര്യം, ഏത് കാര്യത്തിലാണോ ആത്മവിശ്വാസം നേടാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ചെയ്യാനുള്ള മനസ്സിനെ സജ്ജമാക്കുക. ഭയപ്പെടുന്നത് ചെയ്യാൻ മനസ്സിനെ സജ്ജമാക്കുക. തീർച്ചയായിട്ടും നമ്മളതിൽ ജയിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു ദിവസം കൊണ്ടല്ല ഒരാൾ ആത്മവിശ്വാസമുള്ളവനായി മാറുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് ആത്മവിശ്വാസം. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ആദ്യം ധൈര്യം കാണിക്കുക, തുടർന്ന് ആ ധൈര്യം നമ്മളെ വളർത്തി ആത്മവിശ്വാസമുള്ളവനാക്കി മാറ്റും. ഒരു കാര്യം കൂടുതൽ ധൈര്യത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരാളെ നമുക്ക് ആത്മവിശ്വാസമുള്ളവനെന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ധൈര്യത്തോടെ ചെയ്യുക, അത് ചെയ്യാൻ വേണ്ട അറിവിനെയും നമ്മൾ കൂടെ കൂട്ടിപ്പിടിക്കുക. റോബർട്ട് കിയോസാക്കി എന്ന സംരംഭകൻ പറഞ്ഞിരിക്കുന്നത്, കോൺഫിഡൻസ് ഈസ് കമ്മിങ് ഫ്രം ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ് എന്നാണ്. അച്ചടക്കത്തിൽ നിന്നും അതുപോലെ പരിശീലനത്തിൽ നിന്നുമാണ് ആത്മവിശ്വാസം കൈവരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താൻ നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ ധൈര്യത്തിനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.